ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ്. നിങ്ങളോടുള്ള ഒരു ചിന്തകൾ എന്താണ്, നിങ്ങളെക്കുറിച്ച് അവരിപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആ വ്യക്തി, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ വളരെ സെൽഫ് സഫിഷ്യൻ്റായ ആക്ഷൻ എടുക്കുന്ന തരത്തിലുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ആൾക്കാരായിരിക്കില്ല, സെൽഫ് ഫോക്കസ്ഡ് ആയിരുന്ന ആൾക്കാരായിരിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറേ ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെയും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ പ്രസന്റ് കണ്ടീഷൻ അല്ലെങ്കിൽ പ്രസന്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾക്കുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, എനർജി സ്പെൻഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആകാൻ ശ്രമിക്കുന്നു, ആരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത് നിങ്ങളെക്കുറിച്ച്. 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ ഇവര് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താലും നിങ്ങൾ അവരിലേക്ക് തിരിച്ചു ചെല്ലും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അവർക്ക്. ഈ ഒരു സിറ്റുവേഷനൊക്കെ എൻ്റെ ആയിട്ട് തിരിച്ചു ചെല്ലും എന്നുള്ളതാണ് ഇത്. പിന്നെ അവർക്ക് ഈ ഒരു സമയം കുറേയധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരിക്കാം. അവർ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ പാസ്റ്റിലെ പോലത്തെ ഒരു എനർജി അല്ല. പാസ്റ്റിൽ നിങ്ങളെ അവർ ചിലപ്പം ഒരു വിലയും തന്നിട്ടുണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് ഒരു മൂല്യവും അവർ കൽപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല, അവരുടെ മനസ്സിലും ഇല്ലായിരിക്കും. പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രം പോലെ അവർ നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഈ ഒരു സമയം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി മുഴുവൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ മറ്റാർക്ക് വേണ്ടിയിട്ടും സമയമോ അല്ലെങ്കിൽ എനർജിയോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് ഈ ഒരു സമയമുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ നല്ല ജോലി കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങളുടേതായ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ വ്യക്തിയെ ഒരു മാറ്റി നിർത്തി എന്നാണ് അവർക്കിപ്പോൾ മനസ്സിലാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ വ്യക്തിയെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പാസ്റ്റിൽ നിങ്ങൾ ഇവരെയാണ് ആശ്രയിച്ചിട്ടുള്ളതെങ്കിൽ ഈ ഒരു സമയം അങ്ങനെയല്ല. നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നു. അപ്പോൾ അതിലുപരി നിങ്ങൾ പൈസയ്ക്ക് മൂല്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഈ ഒരു സമയമുണ്ട് എന്നാണ് കാണുന്നത്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളിൽ എന്തോ ഒരു ഹിഡൻ ആയിട്ടിരിക്കുന്ന എന്തോ ഒരു എനർജി ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പം. കാരണം അത് നിങ്ങൾ പാസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ചെയ്തതിൻ്റെ ഫലം അവർ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്യും, അങ്ങോട്ട് പോകരുത്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരതൊന്നും വഹിച്ചിട്ടുണ്ടായിരിക്കില്ല. അവരതൊക്കെ പോയി
ആ പണിയെല്ലാം അവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടുള്ള എന്തൊക്കെയോ ഒരു പവർ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയം. പിന്നെ ഫണ്ട്സിന്റെ എനർജിയാണ് ഇതിൽ. കുറേയധികം ഉത്തരവാദിത്വങ്ങൾ ഈ സമയം അവരെ ഉണ്ട് എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കാം. പിന്നെ ഇവരുടെ അല്ലാത്ത കാര്യങ്ങളിലും അവർക്ക് ഒരുപാട് പ്രഷറുണ്ട് എന്നാണ് കാണുന്നത്. ഒരുപാട് ഭാരമുണ്ട് എന്നുള്ളത് പോലെ ആണ് ഈ ഒരു സമയം അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരൊരുപാട് കഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ ശരിക്കും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജഡ്ജ്മെൻ്റാണ്. പിന്നെ ചിലപ്പോൾ നിങ്ങളൊരു നല്ല കർമ്മ ചെയ്തെങ്കിൽ ആ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒക്കെ നല്ല കർമ്മം ചെയ്തു എന്നവർ ഈ ഒരു സമയം അവർ തിരിച്ചറിയുന്നുണ്ട്. കാരണം ജഡ്ജ്മെന്റ് ലോ ഓഫ് കർമ്മ ആണ് പറയണത്. അപ്പം കർമ്മഫലം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ട് അവർക്കിപ്പം മനസ്സിലാകുന്നുണ്ട്. അവരുടെ കർമ്മത്തിന്റെ ഫലവും നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലവും അത് കണ്ടിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. സൺഗാർഡാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെന്ന വ്യക്തിയെ വളരെയധികം അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രകാശം ഉണ്ടെങ്കിൽ അത് നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അവരുടെ ജീവിതത്തിലൊരു ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളത് അവർ ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ട്. കാരണം ഇതിൽ ഒരു ഭാഗ്യചക്രം വരണമെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ളൊരു ചിന്തയാണ് അവർക്കിപ്പോൾ ഉള്ളത്. മാത്രമല്ല, ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അവരുടെ കഷ്ടപ്പാടൊക്കെ മാറണമെങ്കിൽ, അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ, അവരുടെ ചുമലിലുള്ള ഭാരമൊക്കെ മാറണമെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവർക്ക് വേണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ടായിരിക്കാം, അതെങ്കിലും ഉണ്ടെങ്കിലാണ് അവർക്ക് ഈ ഒരു സമയം അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിലൊരു സൂര്യനായിരുന്നു നിങ്ങൾ എന്ന് അവരെ ഈ ഒരു സമയം അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഫുൾ കാർഡാണ്. ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇപ്പോൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് കഴിഞ്ഞു പോയി, അത് പൊക്കോട്ടെ. അവർ ഇപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും ഒരു പുതിയ തുടക്കം ഉണ്ടാകാനാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നിട്ടൊരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട്. ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ പോട്ടെ, ഇതൊരു എന്ത് തന്നെ വന്നാലും ഇത് നിങ്ങളും കൂടി അവരുടെ കൂടെ വേണം. അപ്പോൾ അവരുടെ ജീവിതം ഒന്ന് ഫുൾഫിൽ ആകണമെങ്കിൽ നിങ്ങളും കൂടി വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഏസ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. അതും ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഇതിൽ കുറേ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ട്. ആ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മാറിയിട്ട് നിങ്ങൾ അവരിലേക്ക് വീണ്ടും തിരിച്ചു ചെല്ലും. നിങ്ങളുടെ ജീവിതം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ തിരിച്ചവരുടെ ജീവിതത്തിലേക്ക് ചെല്ലണം എന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.